വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം തേടി പോലീസ്. അഫാന്റെ നിരാശയും സാമ്പത്തിക ബാധ്യതയും അടക്കം പോലീസ് പരിശോധിക്കുന്നു. ഉമ്മയുടെ അസുഖത്തിലും അഫാൻ ആശങ്കയിലായിരുന്നു. ഇതിൽ വ്യക്തത വരുത്താൻ ഇന്ന് ബന്ധുക്കളുടെ മൊഴിയെടുക്കും. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. ഒരുപാട് ചർച്ചകൾ ഇതിനു പിന്നിൽ നടക്കുന്നുണ്ട്. ഇത് എങ്ങനെയായിരിക്കും ഈ ചെറുപ്പക്കാരൻ ഈ ഒരു കൃത്യത്തിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി പറയുന്നുണ്ട്, ആശങ്കകൾ പറയുന്നുണ്ട്, നിരാശ പറയുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ പറയുന്നു. എങ്കിലും വ്യക്തമായ കാരണം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ കൂട്ടക്കൊലപാതകത്തിന്റെ കാരണം ഏത് തരത്തിലായിരിക്കും ഇന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ മൊഴിയെടുക്കുക? ഒപ്പം ഈ അഫാനെ ഇന്ന് മൊഴിയെടുക്കുന്നതിനായി തെളിവെടുപ്പിനായി കൊണ്ടുവരികയും മറ്റും ചെയ്യുന്നു. മോത്തി, ഇപ്പോൾ പുറത്തു വരുന്ന നമ്മളിപ്പോൾ നൽകുന്ന വിവരങ്ങളൊക്കെ അഫാൻ പറഞ്ഞ വിവരങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ പോലീസിനോ അന്വേഷണ സംഘത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നു. ഈ അഫാൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കീഴടങ്ങുന്ന സമയത്ത് അഫാൻ പറഞ്ഞത് താൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എലിവിഷം കഴിച്ചതിനാൽ തന്നെ തൊട്ടടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രി എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയായിരുന്നു പോലീസ്. ഇവിടെ എത്തിയ ശേഷം ആദ്യത്തെ ദിവസം വന്നപ്പോൾ ചികിത്സയോട് സഹകരിക്കാൻ അഫാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ പിന്നീട് ചികിത്സയോടൊക്കെ സഹകരിച്ചു. വയറൊക്കെ കഴുകുന്ന നടപടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെയും ഈ ചികിത്സയോട് സഹകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ പിന്നീട് പോലീസുകാരും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡോക്ടർമാരും എല്ലാം വന്ന് നിർബന്ധിച്ചപ്പോൾ ചികിത്സയോട് സഹകരിക്കാൻ തയ്യാറായി. ഈ ഡോക്ടർമാർ പറയുന്നത് നിലവിലിപ്പോൾ മൊഴി കൊടുക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് അഫാനുള്ളത്. പക്ഷേ കഴിച്ചത് എലിവിഷമാണ് എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു. അപ്പോൾ എലിവിഷം സാധാരണ നിലയിൽ ഡോക്ടർമാരോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എലിവിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും വിഷം കഴിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു അത്യാഹിതം സംഭവിക്കില്ല. പക്ഷേ അത് ശരീരത്തിൽ ഇങ്ങനെ കിടന്ന് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതിരുന്നാലും അതിനുശേഷം പക്ഷേ പെട്ടെന്ന് ആരോഗ്യസ്ഥിതി മോശമാകുന്ന അവസ്ഥയുണ്ടാകും. കരൾ തകർന്നായിരിക്കും ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക. അതാണ് എലിവിഷം കഴിക്കുന്ന ആൾക്ക് സംഭവിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഈ അഫാൻ കഴിച്ചത് എലിവിഷമാണെന്ന് പറഞ്ഞതിനാൽ കുറച്ചുകൂടി നോക്കിയിട്ട് മതി പോലീസ് കസ്റ്റഡിയിൽ വിടുന്നത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൈമാറുന്നത് എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ പോലീസിന് ചെയ്യാനുള്ളത് ആശുപത്രിയിൽ എത്തി മൊഴിയെടുക്കാം എന്നുള്ളത് മാത്രമാണ്. ആശുപത്രിയിൽ എത്തി മൊഴിയെടുക്കുമ്പോൾ അഫാൻ പറയുന്നത് കേട്ട് എഴുതി പോകാം എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഓരോ തവണയും മൊഴി മാറ്റി പറയുന്നുണ്ട് അഫാൻ. എന്തൊക്കെയാണ് ഈ കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ ഒഴികെ ആദ്യം കുഴിമന്തിയിൽ കലർത്തിയാണ് വിഷം കഴിച്ചത് എന്ന് പറഞ്ഞ അഫാൻ പിന്നീട് പറഞ്ഞത് ഈ പെപ്സിയിൽ കലക്കി ഇത് കുടിച്ചു എന്നുള്ള കാര്യമാണ്. ബന്ധുക്കളുടെ മൊഴിയെടുക്കുക എന്ന് പറയുമ്പോൾ അഫാനുമായി അടുപ്പമുള്ള ബന്ധുക്കളെ മുഴുവൻ അഫാൻ കൊന്നു കഴിഞ്ഞു എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അഫാനുമായി ഇന്നലെ നമ്മൾ അവിടെ പോയി പ്രതികരണമൊക്കെ ചോദിക്കുമ്പോൾ അഫാനുമായി അടുത്ത ദിവസങ്ങളിൽ സംസാരിച്ച ആളുകളുടെ എണ്ണം പോലും വളരെ കുറവാണ്. പിന്നീടുള്ളതൊരു ഓട്ടോറിക്ഷക്കാരനാണ്. ആ ഓട്ടോറിക്ഷക്കാരൻ പറയുന്നത് അഫാന്റെ അടുത്ത് നിന്ന് മദ്യത്തിന്റെ മണം വരുന്നുണ്ടായിരുന്നു എന്നും മറ്റുമൊക്കെയാണ്. അപ്പോൾ ലഹരി ഉപയോഗത്തിന്റെ ഒരു സംശയം നേരത്തെ പോലീസ് പ്രകടിപ്പിച്ചിരുന്നു പ്രാഥമികമായി. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിശോധനകൾ നടത്തിയോ? ഓട്ടോറിക്ഷക്കാരൻ്റെ മൊഴിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ അഫാൻ ഇന്നലെ ഓട്ടോയിൽ കയറുന്ന സമയത്ത് അഫാൻ്റെ അടുത്തു നിന്നും മദ്യത്തിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊരു പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല അഫാൻ പറയുന്നത് കഴിഞ്ഞ 1 മാസക്കാലമായി താൻ മദ്യപിക്കാറുണ്ടായിരുന്നു, പക്ഷേ മറ്റ് ലഹരികളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ ആ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. ഒരു മദ്യം മാത്രം കഴിച്ച ഒരാൾക്ക് ഇത്തരത്തിലൊരു കൂട്ടക്കൊല ചെയ്യാൻ കഴിയുമോ എന്നൊരു സംശയം പോലീസുകാർ ഉന്നയിക്കുന്നുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി പറയുന്നു. കാരണം 30 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇത്തരത്തിലൊരു കൂട്ടക്കൊല നടത്തുന്നത്. ആദ്യം ഉമ്മുമ്മയുടെ വീട്ടിലെത്തുന്നു, അതിനുശേഷം പിന്നീട് തിരികെ വരുന്നു, വീട്ടിലേക്ക് എത്തുന്നു, അതോടൊപ്പം ലത്തീഫിൻ്റെ അടക്കമുള്ള അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് അടക്കം എത്തുന്നു. അങ്ങനെ ഒരു 30 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇത്തരം ഒരു കൊലപാതകം നടത്താനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എങ്ങനെ അഫാൻ എത്തി എന്നുള്ള കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവർക്കും കൃത്യമായി ഒന്നും പറയാൻ കഴിയുന്നില്ല. അതിനാൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ രക്തപരിശോധനാ ഫലം വരും. ഈ അഫാൻ്റെ രക്തപരിശോധനാ ഫലം വരുമ്പോൾ അഫാൻ പറഞ്ഞത് കള്ളമാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. അതായത് വിഷം കഴിച്ചു എന്ന് പറയുന്നത് കള്ളമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ആ പരിശോധനാ ഫലം വന്നാൽ, രക്തപരിശോധനാ ഫലം വന്നിട്ടുണ്ടെങ്കിൽ വിഷം കഴിച്ചിട്ടില്ല എന്ന് ഒരു ഫലം വരികയാണ് എങ്കിൽ അഫാനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസിന് കൂടുതൽ നടപടികളിലേക്ക് പോകാൻ കഴിയും. അഫാൻ്റെ ഉമ്മ ചികിത്സയിൽ കഴിയുകയാണ്. ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഏകദേശം ഡോക്ടർമാരുമായി
പോലീസുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു 60% റിക്കവറായി എന്നുള്ളതാണ്. പക്ഷേ തലയ്ക്കാണ് അടിയേറ്റിരിക്കുന്നത്. ഇപ്പോഴും പോയി പോലീസിനൊരു മൊഴിയെടുക്കാൻ പറ്റാത്ത പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അവിടെ ചെന്ന് അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അവരുടെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി മറ്റു കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഒരു ബ്രേക്കിട്ട നിലയിൽ നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അതിനപ്പുറത്തേക്ക് മെഡിക്കൽ കോളേജിലെത്തി അഫാനെ ചോദ്യം ചെയ്യാം. അതോടൊപ്പം തന്നെ പിന്നീടുള്ള ഒരേ ഒരു ദൃക്സാക്ഷി അത് അഫാന്റെ ഉമ്മയാണ്. ഉമ്മയോടും പോയി സംസാരിക്കാം. പക്ഷേ ഏതായാലും ഈ തെളിവുകൾ ലഭ്യമാകാൻ, മൊഴി ലഭ്യമാകാൻ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഷമിയുടെ മൊഴി എടുക്കുക എന്നതാണ്. പക്ഷെ ആരോഗ്യസ്ഥിതി മോശമാണ്, ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതനുസരിച്ച് അവരുടെ വ്യക്തത വരേണ്ടതുണ്ട്, സംസാരത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും. അതൊക്കെയും പറയാൻ തക്ക പാകത്തിൽ ആരോഗ്യം തിരികെ ലഭിച്ചാൽ മാത്രമേ മൊഴിയെടുക്കുക സാധ്യമാകൂ എന്നൊരു കാര്യം കൂടി നിലവിലുണ്ട്. പിന്നെ അമൽ പറഞ്ഞ ഈ കാര്യങ്ങളും ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഇനി എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ.